ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം ആരംഭിക്കുകയാണ്. പറഞ്ഞത് നിക്കോൾ ഗില്ലൗമെ, GUILLAUME. Everyone makes mistakes, but only a person with integrity owns up to them. മലയാളത്തിൽ പറഞ്ഞാൽ സകല മനുഷ്യരും തെറ്റ് ചെയ്യുന്നു, പക്ഷേ ഇൻ്റഗ്രിറ്റിയുള്ള ഒരു വ്യക്തി മാത്രം തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ഇൻ്റഗ്രിറ്റി എന്നുള്ളതിന് സത്യസന്ധത, ധർമ്മനീതി, സ്വഭാവദാർഢ്യം എന്നൊക്കെ പറയുമെങ്കിലും അത് ശരിയാവുന്നില്ല എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉദ്ധരിച്ചത്. യേശു പറഞ്ഞു, മത്തായി 5:21 മുതൽ 24 വരെ, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവികന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. 23, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. എൻ്റെ ആദ്യകാല ശുശ്രൂഷ കട്രായിലായിരുന്നല്ലോ, 1972 മുതൽ 77 വരെ. അന്ന് കർത്താവ് എന്നെ ഈ പാഠം പഠിപ്പിച്ചതാണ്. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ചെന്ന് ക്ഷമ ചോദിക്കണം. എൻ്റെ സഹോദരനോട് എന്നോട് പിണക്കം, ഈർഷ്യ, ഹൃദയവേദന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ പോകണം. ഇന്നയോളം ഞാനിത് രണ്ടും ചെയ്തു. എൻ്റെ ഭാര്യയോട്, മക്കളോട്, കൂട്ടുവേലക്കാരോട്, മറ്റുള്ളവരോട് തെറ്റ് ചെയ്തു പോയാൽ ഞാൻ പോയിട്ടുണ്ട്, ഇനിയും പോകും. എനിക്ക് ലജ്ജയുണ്ടായാലും നഷ്ടമുണ്ടായാലും ഞാൻ പോകും. എന്നും ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ഞാൻ ഇനിയും ചോദിക്കും. എനിക്ക് 83 വയസ്സ് കഴിഞ്ഞു. 84 നടക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ട് 54 വർഷമായി. സുവിശേഷ വേല തുടങ്ങിയിട്ട് 53 വർഷമായി. ഞാൻ തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കാത്ത ഒരാളുമില്ല, ഒരു സ്ത്രീയുമില്ല, ഒരു പുരുഷനുമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ പോയിട്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ പോയി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളോടും ഞാൻ സ്ത്രീയോട് തെറ്റൊന്നും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ചെയ്യാത്തൊരു മനുഷ്യനാണ്. എങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പുരുഷന്മാരോടും ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ഹൃദയവേദന ഉണ്ടായ സകലരോടും ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. പത്താംകോട്ട് ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുമ്പോൾ, പാസ്റ്റേഴ്സ് സെമിനാർ വൈകിട്ട് കൺവെൻഷൻ നടക്കുമ്പോൾ, ഞാൻ കേരളത്തിൽ നിന്ന് പ്രസംഗിക്കാൻ വിളിച്ച ഒരാളിൻ്റെ പ്രസംഗം വളരെ നല്ലതായിരുന്നു. അവസാനത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് കാശ്മീരിലെ മലകളിലൂടെ ഒഴുകി വരുന്ന ഒരു കല്ല് കൊടുത്തു. ഞാൻ പറഞ്ഞത് ഹിമാലയത്തിൽ നിന്നുള്ള കല്ലാണ്. കാരണം ഞാൻ പണ്ട് കൊടുത്തിട്ടുള്ളവരൊക്കെ ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദേവദാസിൻ്റെ മേശപ്പുറത്ത് വരെ ഇരിപ്പുണ്ടായിരുന്നു ഹിമാലയത്തിലെ ഒരു കല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വളരെ സ്നേഹപൂർവ്വം കൊടുത്തു, ഇത് ഹിമാലയത്തിൽ നിന്ന് കല്ലാണ്, മേശപ്പുറത്ത് വെക്കാം, പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കാഴ്ച വസ്തുവായിട്ട് ഉപയോഗിക്കാം, ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ, പഞ്ചാബിൽ വരെ വന്നതിൻ്റേതായിട്ട്. കാശ്മീരിലെ കല്ലാണ്. അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹത്തെ എരികൂട്ടി കൊടുത്തു. പറഞ്ഞു, ഇത് കല്ലിൻ്റെ വിലയുള്ളൂ പ്രസംഗത്തിന്, അതിനാണ് അങ്ങനെ തന്നതെന്ന്. അദ്ദേഹത്തിന് മുറിവേറ്റു. ഞാനിതറിഞ്ഞു. ഞാൻ കേരളത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുറിവേറ്റു, ഞങ്ങളുടെ കല്ലടയാറ്റിലും കിടപ്പുണ്ട് ഇതുപോലത്തെ കല്ല്, പക്ഷേ കാശ്മീരിലെന്നുള്ളത് വിചാരിച്ചു കൊടുത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ വേദനിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ക്ഷമ ചോദിച്ചു. ഞാൻ ഈ സന്ദേശവും റെക്കോർഡ് ചെയ്യാൻ കാരണം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ എൻ്റെ 2 പ്രവർത്തനം പലർക്കും ഹൃദയവേദനയുണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി എന്ന് എനിക്കറിയാം. ഒന്ന്, കൊട്ടാരക്കര പാസ്റ്റർ ടിനു ജോർജ് ഒരു ആരാധനാലയവും മിഷൻ ഹെഡ്ക്വാർട്ടറും കൂടെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അതിനെപ്പറ്റി എൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ സഭക്കാരോട് പറഞ്ഞു, എന്താ പറയാൻ കാര്യം, ഞാൻ കട്രായിൽ സുവിശേഷ വേല തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾക്കൊരു ഹാൾ ആവശ്യമായിട്ട് വന്നു. 100 പേരായി. 100 പേരോട് ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു സ്ഥലം കണ്ടു, ദൈവം കാണിച്ചു തന്നു. ഇത് കേട്ട എൻ്റെ പാവപ്പെട്ട വിശ്വാസികൾ, ഈ 100 വിശ്വാസികളും കൂടെ പറഞ്ഞു, എടാ, ഈ കേരളത്തിൽ കിടന്ന മനുഷ്യൻ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി ഒരു ചർച്ച് പണിയുന്നു. ആ
നമ്മളെല്ലാവരും സഹായിക്കണ്ടേ? അവരെല്ലാവരും എനിക്ക് 1 മാസത്തെ ശമ്പളം തന്നു. അവരാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല. റോഡ് തൂക്കുന്നവർ, കക്കൂസ് ക്ലീൻ ചെയ്യുന്നവർ, അവരുടെ എല്ലാവരുടെയും 1 മാസത്തെ മുഴുവൻ വരുമാനവും എനിക്ക് തന്നു. ആളുകൾ ചോദിക്കുക 1 മാസം എങ്ങനെ കഴിഞ്ഞെന്ന്. അതൊക്കെ ദൈവം നടത്തും. ദൈവം നടത്തും. വിശ്വാസികളാണ്. അതുകൊണ്ട് ഞാൻ കൊട്ടാരക്കര വെച്ച് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പാസ്റ്റർക്ക് ഒരു മാസത്തെ ശമ്പളം കൊടുക്കണം. എൻ്റെ കട്രായിൽ തന്നതിന് രൂപ കൊടുത്ത് ഞാനത് പുരയിടം വാങ്ങിച്ചു. 4 ഏക്കർ ഭൂമി. ഒരൊറ്റ രൂപ പോലും വിദേശത്തുനിന്ന് വന്നില്ല. അത് മുഴുവൻ എൻ്റെ വിശ്വാസികൾ, എന്നെ അറിയാവുന്നവരും കൂടെ തന്നു. ഞാൻ കൊട്ടാരക്കരയുള്ള വിശ്വാസികളോടും പറഞ്ഞു, നിങ്ങളും കൊടുക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു സഭാ നേതാവിന് ഒരു ദർശനമുണ്ടായാൽ വിശ്വാസികൾ കൂടെ നിൽക്കണം. യോജിപ്പില്ലേ, എന്നാലും സഹകരിക്കണം. ചിലപ്പോൾ ആ പ്രൊജക്റ്റിനോട് യോജിപ്പ് കാണത്തില്ല, അല്ലേ? ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങുമായിരിക്കും. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ സാരമില്ല. പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കണം, സഹകരിക്കണം. നിസ്സഹകരണം കാണിക്കരുത്, നിസ്സഹകരണം പറയരുത്, പിറുപിറുക്കരുത്. ഒരു ചോദ്യം ഉണ്ടാകാം, ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത് ശരിയാണോ? അത് ആ സഭാ ശുശ്രൂഷകൻ ദൈവമായിട്ട് തീരുമാനിക്കട്ടെ, അല്ലേ? ഞാൻ 10 കോട്ട് ഭൂമി വാങ്ങിച്ചു. അന്നേരവും പലരും പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലേ? അന്ന് IPCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ അപ്പച്ചൻ അവിടെ വന്നിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചത് കാരണം അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ചു, ഞാൻ ഇത്രയും ഭൂമി വാങ്ങിച്ച് തെറ്റായിപ്പോയെന്ന് ചിലർ പറയുന്നു, അങ്ങെന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്. ഉണ്ണുണ്ണി സാർ ഇതുപോലെ കുമ്മനാട് പുരയിടം വാങ്ങിച്ചപ്പോഴും പലരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പലയിടത്തുമൊക്കെ ചർച്ച പണിയാമായിരുന്നു. പക്ഷേ ഇന്ന് വാങ്ങിച്ചത് കൊണ്ട് നന്നായി അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10 കോട്ടി പുരയിടം വാങ്ങിക്കട്ടോ. അതുകൊണ്ട് അദ്ദേഹവും ദൈവമായിട്ട് തീരുമാനിക്കട്ടെ, സഭാ ശുശ്രൂഷകനും അല്ലെങ്കിൽ മിഷൻ ഡയറക്ടറും ദൈവമായിട്ട് തീരുമാനിക്കട്ടെ. അത് പറയട്ടെ, ഇത് ദൈവത്തിൽ നിന്നാണോ ഇല്ലയോ. ഞാൻ പറയട്ടെ, ഞാൻ പാസ്റ്റർ ടിനു ജോർജിന് 1 രൂപ കൊടുത്തു. എൻ്റെ പേഴ്സിനകത്ത് എപ്പോഴും കുറേ ഒറ്റ രൂപ കാണും. ഒന്നുകിൽ അത് ഫോട്ടോ കോപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ ഒറിജിനലായിരിക്കാം. അതിനകത്ത് ഞാൻ എഴുതി ഒപ്പിട്ട ഒരു വേദവാക്യവും ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ട്, ഇവിടെ എൻ്റെ ഈ പോക്കറ്റിലുണ്ട്. ആരെങ്കിലും വന്നിട്ട് എൻ്റെയൊക്കെ പറയുകയാണ്, എനിക്ക് ചർച്ച് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു മിഷൻ ഹെഡ്ക്വാർട്ടർ പണിയണമെന്നുണ്ട്, അനാഥശാല പണിയണമെന്നുണ്ട്, എൻ്റെ രൂപയില്ല. ഞാൻ ആ 1 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, ഇതാ ഞാൻ പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ എന്നിട്ട് പറയും, ഇത് ഒപ്പിടും. അപ്പോൾ വേറെ ആരും കളിപ്പിക്കാനൊക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. ഒരിക്കലൂടെ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പാസ്റ്റർ ടിനു ജോർജിന് വേണ്ടി പ്രാർത്ഥിച്ചതിലോ രൂപ കൊടുത്തതിലോ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പ്ലീസ് എന്നോട് ക്ഷമിച്ചാലും. 2, ഞാൻ നൃത്തം ചെയ്തു. നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ കട്രായിൽ വെച്ച് ആത്മപ്രേരണയാൽ തുടങ്ങിയതാണ്. എങ്ങനെ തുടങ്ങുന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയമെടുക്കും. അങ്ങനെ തുടങ്ങിയാണ്. അന്ന് തൊട്ട് ഞാൻ നൃത്തം ചെയ്യും. ഞാൻ മാത്രമല്ല, എൻ്റെ കട്രായിലെ വിശ്വാസികൾ, എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്ന MI ഈപ്പനെ ബാക്കി ഞങ്ങളെല്ലാവരും നൃത്തം ചെയ്യുമായിരുന്നു. ഞാൻ ലജ്ജ കൂടാതെ ആത്മപ്രേരണ ഉണ്ടാകുന്ന സമയത്ത് കൈപൊക്കുന്നു, കൈ കൊട്ടുന്നു, തുള്ളിച്ചാടുന്നു, നൃത്തം ചെയ്യുന്നു. ഒരിക്കൽ ഒരാൾ എൻ്റെ ചോദിച്ചു, പുതിയ നിയമത്തിൽ നൃത്തം ചെയ്യാൻ വാക്യമുണ്ടോ? പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ടോ? ഞാൻ അവിടേക്ക് പറഞ്ഞുകൊണ്ട്, എവിടെയാണോ കൈ കൊട്ടണമെന്നുള്ള വാക്യം അത് കണ്ടാട്ടെ, അതിൻ്റെ താഴെ അടുത്ത വാക്യം നൃത്തം ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കൈ കൊട്ടാനും വാക്യമില്ല, നൃത്തം ചെയ്യാനും വാക്യമില്ല. പക്ഷേ ആത്മപ്രേരണയുള്ളവർ കൈ കൊട്ടട്ടെ, നൃത്തം ചെയ്യട്ടെ. കൈ കൊട്ടാൻ അനുവദിക്കാത്ത ചർച്ചുകളുണ്ട് റഷ്യയിലും ഒക്കെ, കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്. അവിടെ കൈ കൊട്ടാൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല. പെന്തിക്കോസ്ത് സഭകൾ, കേട്ടോ, പാടില്ല. പക്ഷേ അങ്ങനെ ഉള്ളവർക്ക് ആത്മാവിൽ പ്രേരണ തോന്നിയാൽ ചെയ്താട്ടെ. ഞാനൊരു ബൈബിൾ ടീച്ചറല്ല, ഞാനൊരു വില്ലേജ് പ്രീച്ചറാണ്. ഗ്രാമങ്ങളിൽ പ്രസംഗിക്കുന്ന, റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന, സഭകളില്ലാത്ത സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യനാണ്. പത്രോസ് ഒരൊറ്റ ദിവസം പ്രസംഗിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, 3000 പേരെ സ്നാനപ്പെടുത്തി. സഭ വളർന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ 5000 പേരായി. ആളുകളുടെ ചോദ്യങ്ങൾക്ക് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മറുപടി കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 4:8. എന്നാൽ ഉപദേശത്തിൽ സഭയെ ഉറപ്പിച്ചത് പത്രോസ് ആയിരുന്നില്ല, പിന്നെയോ പൗലോസായിരുന്നു. അതുകൊണ്ട് വില്ലേജ് പ്രീച്ചറായി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ് പറയാണ്. ഞാൻ കേവലം 10-ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടും പട്ടാളത്തിലായിരുന്നു, പട്ടാളം വർഗീസായിരുന്നു. ഞാൻ 52 രാജ്യത്ത് പോയി നൃത്തം ചെയ്തിട്ടുണ്ട്. എനിക്ക് വേദപുസ്തകത്തിനകത്തൊന്ന് വലുതായിട്ട് പഠിപ്പിക്കാൻ അറിയാൻ വയ്യായെങ്കിലും അറിയാവുന്നതൊക്കെ, ദൈവം എന്നെ പഠിപ്പിച്ചതൊക്കെ പഠിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. യേശുവിനെ ക്രൂശിച്ച മലയിലേക്ക്
ഞാൻ യേശു ക്രൂശുമെടുത്ത് നടന്നുപോയ സ്ഥലത്തൂടെ ഞാൻ നൃത്തം ചെയ്തു നടന്നു. ഒരിക്കലല്ല, പല പ്രാവശ്യം. ഒരു സംഭവം ഓർമ്മ വരുന്നു. 1993 ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇവിടെ ഡൽഹിയിൽ വെച്ച് ഒരു സുവിശേഷ വേലക്കാരുടെ സമ്മേളനവും 3600 പേരുണ്ടായിരുന്നു. പാസ്റ്റർമാരും ബിഷപ്പുമാരും എല്ലാവരും കൂടെ. വൈകുന്നേരം ഓപ്പൺ മീറ്റിംഗ്, റെക്കോർഡ് ഭേദിച്ച ഒരു ഓപ്പൺ മീറ്റിംഗ് ആയിരുന്നു. പാസ്റ്റേഴ്സ് സമ്മേളനമായിരുന്നു. വൈകിട്ടത്തെ മീറ്റിങ്ങിന്, രാവിലത്തെ മീറ്റിങ്ങിനകത്ത് 3600 പേര്, വൈകിട്ടത്തെ മീറ്റിങ്ങിന് 90,000 പേര്, 1,10,000 പേര് കുറവ്. അന്ന് വൈകിട്ട് നെഹ്റുവിഡ് എന്ന വലിയ കോട്ടുമൊക്കെ ഇട്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ആളുകൾ ആരാധിച്ചപ്പോൾ ഞാൻ കൈകൊട്ടി നൃത്തം ചെയ്തു. ഒരാൾ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട്, എൻ്റെ വലത്തുവശത്തെ തോളിൽ, അത് ഓർമ്മയുണ്ട് എനിക്ക്, അപ്പുറത്തോട് വന്ന് വെച്ച് എൻ്റെ തോളിൽ തരുമ്പോൾ ചോദിച്ചു, നോക്കിയേ ബ്രദർ ഇങ്ങനെ കിടന്ന് പൊള്ളിച്ചാടരുത്, ബാക്കിയുള്ളവരെ കൊണ്ട് നൃത്തം ചെയ്യിച്ചാൽ മതി, പബ്ലിക് മീറ്റിംഗാണ്, കൺവെൻഷനാണ്. അത് വന്നിരിക്കുന്നതിനകത്ത് ഈ 90,000 പേരിനകത്ത് കൂടിപ്പോയാൽ ഒരു 5,000 6,000 പേര് ക്രിസ്ത്യാനികളാണ്, ബാക്കിയുള്ളവരൊക്കെ അക്രൈസ്തവരാണ്. പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ചാടി ബാക്കിയുള്ളവരെ കൊണ്ട് നൃത്തം ചെയ്യിച്ചാൽ മതി കേട്ടോ. ബ്രദർ വലിയ ആളല്ലേ, ബ്രദർ വിളിച്ചപ്പോഴില്ലേ 3,600 പേര് വന്നിരിക്കുന്നത്, ഈ 90,000 പേര് വന്നിരിക്കുന്നത് തന്നല്ല, ഇന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കൂടെ പോയിരുന്ന ആ വർത്തമാനം പറയുകയും അവിടുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തതല്ലയോ, താങ്കൾ ഇങ്ങനെ ഡാൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു, സൂക്ക ചപ്പാത്തി എന്ന് ഹിന്ദി പറഞ്ഞത്. ഞാൻ ഹിന്ദിക്കാരനാണ്. ഞാൻ പറഞ്ഞു, നിനക്കറിഞ്ഞുകൂടാ ഞാൻ ആരാന്ന്. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം കൊച്ചു ഗ്രാമത്തിൽ, കേരളത്തിലെ ഏറ്റവും കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഞാൻ, എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഈ സ്ഥാനം തന്നതെങ്കിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യും കേട്ടോ. നമ്മുടെ വിഷയം നമുക്ക് വരാം. 1 നൃത്തം ചെയ്യാമോ? ഞാൻ പറയുന്നു, ആത്മപ്രേരണയുള്ളവർ നൃത്തം ചെയ്യുക. നൃത്തം ചെയ്യാത്തവരെ കുറ്റം പറയേണ്ട, നൃത്തം ചെയ്യുന്നവരെയും കുറ്റം പറയേണ്ട. പക്ഷെ ഞാൻ നൃത്തം ചെയ്യും. നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരുടെ ഞാൻ പറഞ്ഞില്ലേ, റഷ്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, യുക്രൈനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധനാ സ്ഥലത്ത് കൈകൊട്ടരുതെന്ന് കൈകൊട്ടത്തില്ല. ഞാനിങ്ങനെ ഒരു ഭിത്തിയിലോട്ട് ചാരി നിന്നു, കാരണം കൈകൊട്ടി അവസ്ഥവശാപ്പോലും കൈവക്കാൻ പാടില്ല, ഇല്ല. പക്ഷേ എനിക്ക് നൃത്തം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളത്. ഞാനൊരു ക്രേഷി പേഴ്സണാണ്. എന്താ പറയുന്നത്, ഒരു ഭ്രാന്തനെ പോലെയാണ് ആരാധിക്കുന്ന സമയത്ത്. ഭ്രാന്തല്ല. ഒരാളുടെ ചോദിച്ചു, കള്ളു കുടിച്ചും വെച്ചാണ്. കള്ളുകുപ്പി പോലും എൻ്റെ വീട്ടിൽ വെക്കാത്ത മനുഷ്യനാണ് ഞാൻ. കള്ളുകുപ്പി പോലും ആരെങ്കിലും എനിക്ക് തേൻ കൊണ്ട് തന്നാൽ, എനിക്ക് തേൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുവേലക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വരുമ്പോൾ പ്യുവർ തേൻ കൊണ്ട് തരും. ആ തേൻ പോലും ഞാൻ വേറൊരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് അന്ന് തന്നെ ആ കുപ്പി എടുത്ത് വെളിയിൽ കളയും. പിന്നെ ഞാൻ നൃത്തം ചെയ്യണമെന്ന് തോന്നിയാൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ 2025 ജൂൺ 1 നാട്ടിൽ പോയി. ഈ ജൂൺ മാസം 2025 ജൂൺ മാസം 2-ാം തീയതി ഞാനവിടെ നൃത്തം ചെയ്തു, അല്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ നൃത്തം പഠിച്ചിട്ടില്ല, നൃത്തം പഠിപ്പിക്കുന്ന ക്ലാസ് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ജൂൺ 2-ാം തീയതി എറണാകുളത്താണ് ഞാൻ പ്രസംഗിച്ചത്. ഇതറിഞ്ഞ പാസ്റ്റർ ബാബു ചെറിയാൻ എന്തൊക്കെ പറഞ്ഞു, രാവിലെ എറണാകുളത്തുണ്ടല്ലോ, ഒരു കാര്യം ചെയ്താട്ടെ, ഇവിടെ വരെ വന്നാട്ടെ, പിറവത്ത് വരെ വന്നാട്ടെ, ഇവിടെ ഞങ്ങൾക്ക് സന്ധ്യയ്ക്ക് പിറവത്തുള്ള സഭകളെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും വേണ്ടി ഒരു യോഗം ക്രമീകരിച്ച് മിഷൻ ചലഞ്ച് ചെയ്യുന്നു, വരുമോ? മിഷൻ ചലഞ്ച് എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പല്ലേ. ഞാൻ ചെന്നു, ആൾ നിറഞ്ഞു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തത് എറണാകുളത്തെ എക്സോഡസ് ചർച്ചിലെ കൊയറാണ്. അവർ എത്ര ചലഞ്ച് ചെയ്തിട്ടും കുഞ്ഞുങ്ങളോ യുവാക്കളോ വേണ്ട പോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ ബ്ലസൻ മേമന ആരാധനയ്ക്ക് മുൻപിലേക്ക് വന്നു. അപ്പോഴും കുഞ്ഞുങ്ങളും യുവാക്കളും വേണ്ട വിധത്തിൽ അനങ്ങുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പാസ്റ്റർ ബാബു ചെറിയാൻ്റെയൊക്കെ ചോദിച്ചു. ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്, അദ്ദേഹത്തിന് എന്നോടും സ്നേഹമുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ നൃത്തം ചെയ്താൽ എന്നെ മുടക്കുമോ? അദ്ദേഹം മുമ്പോട്ട് എന്ന് വെച്ച് പറഞ്ഞു, അങ്ങനെ മുടക്കുന്നവരാരും ഇവിടെ വന്നിട്ടില്ല, ബ്രദർ വർഗീസിന് നൃത്തം ചെയ്യാൻ തോന്നിയാൽ നൃത്തം ചെയ്യാം. ഞാൻ മുമ്പോട്ട് ചെന്നിട്ട് പരപരമേശ എന്നുള്ള പാട്ട് പാടി നൃത്തം ചെയ്തു. ഞാൻ എങ്ങനെയാ ആരാധിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ യുവാക്കളെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഒരാൾ കൈകൊട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്, അതുപോലെ ഞാൻ നൃത്തം ചെയ്ത് കാണിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഈ വന്നിരിക്കുന്നവരൊക്കെ ചോദിച്ചു, മറ്റുള്ള ചിലരൊക്കെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടെ വെച്ച് ഞങ്ങൾ പേര് അബദ്ധവശാൽ പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, അവരൊക്കെ പാട്ട് പാടുമ്പോൾ, ക്രിസ്ത്യാനികളല്ല അല്ലാത്തവർ പാട്ട് പാടുമ്പോൾ 30,000-35,000 ചെറുപ്പക്കാരാണ് തുള്ളിച്ചാടുന്നത്. അവരുടെ ലഹരിയിൽ, കളിൻ്റെ ലഹരിയാന്ന് ഞാൻ പറഞ്ഞില്ല, അവരുടെ ലഹരിയിൽ
അവരവരുടെ ദൈവത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി നൃത്തം ചെയ്താൽ നമുക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിന് വേണ്ടി നൃത്തം ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ ആ കുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്തതാണ്. ഞാനിങ്ങനെ പറഞ്ഞു. ഒരിക്കൽ ഞാൻ നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വലിയ ആളാണ് പറഞ്ഞത്, പറഞ്ഞു, ആണ്ട് കണ്ടില്ലയോ ഷാരൂഖ് ഖാൻ ചാടുന്നത് പോലല്ലേ ഇയാൾ ചാടുന്നത്. ഞാൻ പറഞ്ഞു, ഷാരൂഖ് ഖാൻ ചാടുന്നത് 5 മിനിറ്റിന് വേണ്ടി 5 കോടി രൂപ കൊടുത്തിട്ടാണ്. ഞാൻ നൃത്തം ചെയ്യുന്നത് എനിക്ക് ആത്മരക്ഷ തന്ന, എനിക്ക് വേണ്ടി ചങ്കിലെ ചോറ് തന്ന യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആത്മാവിൽ നിറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ നൃത്തം പഠിച്ചിട്ടല്ല, പിന്നെയോ എൻ്റെ കാലങ്ങ് തുള്ളിപ്പോവുകയാണ്. ദൈവാത്മാവ് എൻ്റെ കാലിൽ ചിലങ്ക അണിയിച്ചതാണ്. എന്നാൽ അന്നവിടെ ഞാൻ ആത്മനിറവിൽ ചെയ്തതല്ല. അനങ്ങാതെ ഇളകാതെ നടത്തിപ്പുകാരുടെ പ്രോത്സാഹനത്തിന് വേണ്ട വിധം പ്രതികരിക്കാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക് ഞാനൊരു മാതൃകയായി പ്രോത്സാഹനം കൊടുത്തതാണ്. എന്നാൽ എനിക്ക് തെറ്റുപറ്റി. ഞാൻ വേണ്ട വിശദീകരണം കൊടുത്തത് പിന്നീടായിപ്പോയി, അതിനുശേഷമായിപ്പോയി. അതും മുഴുവൻ പറയാൻ ഒത്തിട്ടില്ല. എൻ്റെ യോഗമല്ലെന്നുള്ള വസ്തുതയും ഞാൻ ഓർത്തില്ല. ഇതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ കരിനിഴൽ ആദരണീയനായ പാസ്റ്റർ ബാബു ചെറിയാനും ആദരണീയനും സൗമ്യനുമായ ഡോക്ടർ ബ്ലസൻ മേമനയ്ക്കും ലഭിച്ചിരിക്കുന്നു. 2 ദിവസത്തിനകം തന്നെ ഞാൻ അവർക്ക് 2 പേർക്കും ക്ഷമ ചോദിച്ച സന്ദേശം അയച്ചു. അന്ന് തുടങ്ങിയ, ജൂൺ 2-ാം തീയതി തുടങ്ങിയ എൻ്റെ യാത്ര കഴിഞ്ഞു വന്നത് ഇന്നലെയാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളെ നോവിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കാൻ താമസിച്ചു പോയി, കാരണം ഞാൻ യാത്രയിലായിരുന്നതുകൊണ്ടാണ്. ഞാൻ നിർവ്യാജം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇനിയും ആത്മപ്രേരണ ഉണ്ടാകുമ്പോൾ നൃത്തം ചെയ്യും, പക്ഷേ അസ്ഥാനത്താകുകയില്ല, അനാദരവോടെയും ആകുകയില്ല. 3-ാമതായ ഒരു കാര്യം, ചിലരുടെ ഹൃദയത്തിൽ ചോദ്യമുണ്ടായി. 1-2 പേർ എന്നെ അനുകൂലിച്ച് സന്ദേശമിട്ടല്ലോ, PG വർഗീസ് രൂപ കൊടുത്തിട്ടാണോ? നല്ല ചോദ്യം, ചോദിച്ചത് നന്നായി. മറുപടി, എന്നെ അനുകൂലിച്ച് ചിലർ ഇട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അനുകൂലിച്ചും എതിർത്തും വീഡിയോ ഇടുന്നത് ഞാൻ കാണത്തില്ല. അതിൻ്റെ തലക്കെട്ട് നമ്മളിങ്ങനെ മാറി മാറി പോകുമ്പം കാണുന്നതല്ലാതെ ഞാൻ കാണത്തില്ല, കേട്ടോ. എന്നെ നല്ല ഇത് മാത്രമൊക്കെ കാണുന്നുള്ളൂ, അല്ലാതൊന്നും കാണത്തില്ല. അനുകൂലമായി ഇട്ടതിൽ സത്യം പറയണമല്ലോ, ഹല്ലേലൂയ, സാങ്കുട്ടിയുടെ സന്ദേശം മാത്രം ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായതുകൊണ്ടോ അഭ്യുദയകാംക്ഷി ആയതുകൊണ്ടും കേട്ടതാണ് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന്. ബാക്കിയുള്ളവരെ ആരെയും ഞാൻ കേട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഹല്ലേലൂയ സാങ്കുട്ടിക്കോ എന്നെപ്പറ്റി അനുകൂലമായി പറഞ്ഞ ആർക്കെങ്കിലും 1 രൂപ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അവരും എനിക്ക് രൂപ തന്നിട്ടില്ല. സാങ്കുട്ടി എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചോറ് തന്നിട്ടുണ്ട്, രൂപ തന്നിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം, കേട്ടോ. ഹല്ലേലൂയ, എൻ്റെ വിചാരം. എനിക്ക് ഒട്ടനവധി അവാർഡുകൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും കിട്ടിയിട്ടുണ്ട്, ഒട്ടനവധി. എന്തുമാത്രം ഉണ്ടെന്ന് ഈ ഇടയ്ക്കെല്ലാം കൂടെ തൂക്കി വിറ്റു, കാരണം ഇവിടെ വെക്കാൻ സ്ഥലമില്ല. വിദേശത്തു നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. ഒന്നിനും ഞാൻ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ശുപാർശ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സംഘടനയിൽ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന് പറയുന്ന സംഘടനയിൽ ഞങ്ങൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ഷന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആരെങ്കിലും വോട്ടിന് വേണ്ടി ശുപാർശ ചെയ്താൽ അയാളുടെ ജീവിതകാലത്തേക്ക് ഞങ്ങൾ ആ വ്യക്തിയെ അയോഗ്യനാക്കും. കത്തോലിക്കിലെ പോപ്പിൻ്റെ ഇലക്ഷനിൽ നിന്ന് പഠിച്ചതാണത്. ഞങ്ങൾ പ്രായോഗികമാക്കി, കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ തലയ്ക്കൊരു കെട്ട് തന്നാൽ അതുകൊണ്ട് എന്താണ് ലാഭം? വേണ്ട. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ശുപാർശ ചെയ്തിട്ടില്ല. എനിക്ക് അവാർഡ് വേണം. ആരുടെയും ഉണ്ടെന്നറിഞ്ഞാലും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവർക്കാർക്കും രൂപ കൊടുത്തിട്ടില്ല. ഇവരാരും എനിക്കും രൂപ തന്നിട്ടില്ല. സുവിശേഷ വേലയ്ക്ക് 12 മണിക്ക് വന്ന് കാണും, എൻ്റെ തന്നിട്ടില്ല, കേട്ടോ. ഞാൻ രൂപ ഉണ്ടാക്കാനായിട്ട് ഈ സുവിശേഷ വേലയ്ക്ക് ഈ ഉപദേശപ്പണിക്ക് ഇറങ്ങിയതല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പണം ചെയ്യുന്നത് കാശ്മീരിലെ ഉധംപൂരിൽ പട്ടാളത്തിലിരിക്കുന്ന സമയത്താണ്. ഒരു കോട്ടേജ് മീറ്റിംഗ്, 4-5 പേരെ കാണത്തുള്ളൂ. പാസ്റ്റർ PM തോമസ് പ്രസംഗിക്കുമ്പോൾ എവിടെയാണ്, കുണ്ട്ര അടൂരിനടുക്കലുള്ള ഒരു സാമുവലിൻ്റെ വീട്ടു പ്രാർത്ഥനയിൽ എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് പ്രാർത്ഥിച്ചാട്ടെ. ഞാനന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒന്ന് കരഞ്ഞു പോയതാണ്. യേശു കർത്താവേ, ഈ ലോകം നിനക്ക് മുൾക്കിരീടം മാത്രമാണ് തന്നതെങ്കിൽ ഞാൻ മറ്റെന്ത് പ്രതീക്ഷിക്കണം? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും 4-5 മാസമേ ആയുള്ളൂ. പക്ഷേ അന്ന് നിലവിളിച്ച് ഞാൻ പറഞ്ഞു,
എൻ്റെ ഇന്നത്തെയും എൻ്റെ ചോദ്യം അതാണ്. ഈ ലോകം എൻ്റെ യേശുക്രിസ്തുവിന് മുൾക്കിരീടം മാത്രമാണ് കൊടുത്തതെങ്കിൽ ഞാൻ മറ്റെന്ത് പ്രതീക്ഷിക്കണം? ഹല്ലേലൂയ. അടുത്ത ദിവസം ഞാൻ ജോലി രാജിവെച്ചു. ലില്ലിയെയും 10 മാസമുള്ള മകനെയും 7 കെട്ട് ട്രാക്റ്റുമായിട്ട് ഞാൻ കട്രായിൽ ചെന്ന് ഇറങ്ങിയതാണ്. ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇല്ലാത്തിടത്ത്, കട്ര വൈഷ്ണോദേവിയിൽ 1972 നവംബർ മാസം 6-ാം തീയതി. എൻ്റെ പപ്പ ഒരു തോട്ടം സൂപ്രണ്ടായിരുന്നു. അഹങ്കാരം പറയുകയല്ല, നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ നില മനസ്സിലാക്കാനാണ്. അദ്ദേഹം ദൈവഭക്തനായ ഒരു യാക്കോവക്കാരനായിരുന്നു. ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ ചോദിക്കാം, തോട്ടത്തിൽ ജോലിക്ക് വരുന്ന സ്ത്രീകൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ദ്വയാർത്ഥത്തിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ. ലില്ലി കൊട്ടാരക്കര പൊടിയാറ്റുപിഴയുള്ള ഇൻറ്റഗ്രിറ്റിയുള്ള എസ് കെ എബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞുട്ടി സാറിൻ്റെ ഇളയ സഹോദരിയാണ്. വളരെ ശിക്ഷണത്തിൽ വളർത്തി 17ാമത്തെ വയസ്സിൽ സ്വർഗസ്ഥനായ ദൈവം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാം കണ്ടിട്ട് ആ കൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നു. ലില്ലി ഒരു ട്രെയിൻഡ് ടീച്ചറാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത രൂപ കൊണ്ട് പപ്പ വാങ്ങിയ 7 സെൻറ്റ് ഭൂമി, 8 പറ നെൽപ്പാടം, പിന്നീട് പപ്പായുടെ വീതവും കിട്ടുമായിരുന്നു. പക്ഷേ 7 സെൻറ്റ് ഭൂമി, ഒരു ചർച്ചും ഞങ്ങളുടെ ഗ്രാമത്തിൽ ചർച്ചില്ല. 4-5 ക്രിസ്തീയ കുടുംബങ്ങളേ ഉള്ളൂ. എനിക്കൊരാഗ്രഹം, എൻ്റെ ഗ്രാമത്തിലുള്ളവർ യേശുവിനെ പറ്റി കേൾക്കണം. എൻ്റെ മിഷൻ ഫീൽഡ് വടക്കേ ഇന്ത്യയാണ്, എങ്കിലും എൻ്റെ ഗ്രാമത്തോടെ എനിക്കൊരു ഒരു ഒരു ഭാരം. അതിനുവേണ്ടി ഞാനൊരു സംഘടനയ്ക്ക് ദാനമായിട്ട് കൊടുത്തു. 8 പറ നിലവും പപ്പ തന്ന വീതവും ഞങ്ങളുടെ സംഘടനയിൽ രൂപ ഇല്ലാതെ വന്ന സമയത്ത്, രൂപ കുറഞ്ഞു പോയ സമയത്ത് അത് വിറ്റ് ഞാൻ സംഘടനയിലിട്ടു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ 11.5 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തതിന് രാജിവെച്ചതാണ്. അവിടുന്ന് കിട്ടിയ സർവീസ് ബെനിഫിറ്റ്സ്, പ്രോവിഡൻറ്റ് ഫണ്ടും എല്ലാം ഒരു നല്ല തുക കിട്ടി. എൻ്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന രൂപ മുഴുവൻ ഞാൻ പെരുമ്പാവൂരിൽ 1/2 ഏക്കർ ഭൂമി വാങ്ങിക്കാൻ പോകുമായിരുന്നു. എൻ്റെ ഒരു ചേട്ടൻ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനകത്ത് ഹെഡ് കാഷ്യറായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞിട്ട് 1/2 ഏക്കർ ഭൂമി, ഒരു കൊച്ചു വീടും കൂടെ വാങ്ങിക്കാൻ പോകുമായിരുന്നു. എൻ്റെ രൂപ ഉണ്ടായിരുന്നു. ഞാൻ രൂപയ്ക്ക് ഇറങ്ങിയതല്ല കേട്ടോ, ഉണ്ടായിരുന്നത് അത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ സുവിശേഷ വിലയ്ക്ക് കൊടുത്തു. ഒറ്റ രാത്രി കൊണ്ട്. എന്നിട്ട് ഒഴിഞ്ഞ പോക്കറ്റുമായിട്ടാണ് ഞാൻ കട്ടറാഴ്ചന്ന് വണ്ടി ഇറങ്ങിയത്. ഇന്ന് ഭൂമിയില്ല, വീടില്ല, കാറില്ല, മോട്ടോർ സൈക്കിളില്ല, ഒരു സൈക്കിൾ പോലുമില്ല. പരാതി പറയുകയല്ല, എൻ്റെ ഹൃദയം തുറന്നു കാട്ടുകയാണ്. ഞാൻ സംഘടനയ്ക്ക് വേണ്ടി തമിഴ്നാടും ഗോവയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഞാൻ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ ഈ തന്ന രൂപ കൊണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിച്ചു. ബൈബിൾ സ്കൂളിന് പുരയിടം വാങ്ങിച്ചിട്ടുണ്ട്, പണിതിട്ടുണ്ട്. ചിൽഡ്രൻസ് ഹോം, ആരാധനാലയങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാകും. ഒരേ പ്രമാണത്തിലും എൻ്റെ പേരില്ല. ഒരു കെട്ടിടത്തിൻ്റെയും മൂലക്കല്ലൊക്കെ ഇടുമ്പോഴെങ്കിലൊക്കെ എഴുതി വെക്കുമല്ലോ, ഒന്നിനകത്ത് പോലും എൻ്റെ പേരില്ല. ഒന്നിനകത്ത് പോലും എൻ്റെ പേരില്ല. ഞാൻ പറയട്ടെ, ഭൂമിയും വീടും ദൈവം തരാത്തതല്ല, ആളുകൾ ദാനം തന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് പോകുന്നിടത്തൊരു ഒരു 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 സ്ത്രീ അവർക്ക് വീതം കിട്ടിയ 2.5 സെൻറ്റ് ഭൂമി തന്നു. പ്രമാണം കൊണ്ട് തന്നു, എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എൻ്റെ പേരിലാക്കിയില്ല. ആരും അറിയത്തില്ലായിരുന്നു ഞാൻ വായിച്ച. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം പ്രസിഡൻറ്റ് പി ജി വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ. എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടില്ല. വേറെ ആൾ 18 സെൻറ്റ് ഭൂമി വന്നു തിരുവനന്തപുരത്ത്, എൻ്റേതാക്കിയില്ല കേട്ടോ. 1981 ജോൺ ഓസ്റ്റിൻ രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ലില്ലിക്കും അബിക്കും വേണ്ടി ഭൂമി വാങ്ങിച്ച് അതിനകത്തൊരു വീട് പണിതിട്ട് ഒരു ഓർച്ചാഡ് പണിയണം. ഓർച്ചാഡ് എന്നുള്ള വാക്ക് ആദ്യം കേട്ടത് ഞാൻ അവിടെ വെച്ചായിരുന്നു. എന്ന് വെച്ചാൽ പഴത്തിൻ്റെ തോട്ടം. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ പേര് ഞാൻ വാങ്ങിക്കത്തില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കത്തില്ല. ഇത് സംഘടനയ്ക്കായിരിക്കും ഒരു ബൈബിൾ സ്കൂൾ പണിതു. 1987 ആകണം, അതോ 88-ലാണോ? അദ്ദേഹം വീണ്ടും എനിക്ക് ഭൂമിയാണ് രൂപ തന്നു. എൻ്റെ തന്ന, എനിക്ക് വേണ്ടി വീട് തന്നാണ്. ഞാൻ എൻ്റേതാക്കിയില്ല കേട്ടോ. ഞാൻ ഒന്നിനും പണത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, ഭൂമിക്ക് വേണ്ടി ഇറങ്ങിയതല്ല. എൻ്റെ കട്ടറായി വെച്ച് പറഞ്ഞു, ഇത് പി ജി വറീസിൻ്റെ പേരിലാക്കി തരാം. തഹസീൽദാറിൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീസ് നിൻ്റെ സിംഹാസനം ഇവിടെ ഉറച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ 4 ഏക്കർ ഭൂമിക്ക് വേണ്ടി ഇറങ്ങിയതല്ല. ഒരു പ്രമാണത്തിൻ്റെ കല്ലിൽ പോലും എൻ്റെ പേരില്ല, ഒരു പ്രമാണത്തിലുമില്ല, കെട്ടിടത്തിൻ്റെ കല്ലിലും എൻ്റെ ഇല്ല. ഹല്ലേലൂയ. ആദ്യം മുതൽ, എൻ്റെ ആദ്യകാലം മുതൽ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ബാങ്കിലെ ബുക്കും എല്ലാം ഓഫീസിലാണ്. ഇപ്പോഴും ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലാണ്, എൻ്റെയും ലില്ലിയുടേതും എല്ലാം ഇന്നുമാണ്. ഇത് എൻ്റെ ഓഫീസിൽ പോലും എൻ്റെ റിലേറ്റീവ്സ് ഒരിക്കലും ഇല്ലായിരുന്നു. വരുന്ന എഴുത്തെല്ലാം പൊട്ടിക്കുന്നത് ആരെങ്കിലും ഒരാളാണ്, ബാങ്ക് കൊണ്ടിടുന്നത് വേറൊരാളാണ്.
പോകാതെ സൂക്ഷിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പട്ടാളത്തിൽ ഇരുന്ന് കണക്കും അക്കൗണ്ടിങ്ങും ഒക്കെ പഠിച്ചതുകൊണ്ട്. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എൻ്റേതല്ല, ഇത് മുഴുവൻ സംഘടനയാണ്. 1983 ഞാൻ എൻ്റെ വിദേശയാത്ര തുടങ്ങി. സിംഗപ്പൂരിൽ പോയി തിരികെ വന്നു. അവിടുന്ന് ഞാൻ ഗൾഫിൽ പോയപ്പോൾ രൂപ കുറേയേറെ കിട്ടി. തിരിച്ചു വന്നു. അന്ന് ഞങ്ങളുടെ അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നത് A.T. ജോസ്, ഇപ്പോൾ പാസ്റ്റർ A.T. ജോസ്. അദ്ദേഹം പാസ്റ്റർ രാജു പൂവക്കാലയുടെ അസോസിയേറ്റ് പാസ്റ്ററാണ്. പോയി ചോദിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുന്ന് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു പല കവറിനകത്ത് എഴുതിയിരിക്കുന്നത് പേഴ്സണൽ ഫോർ PG വർഗീസ്, പേഴ്സണൽ ഫോർ PG വർഗീസ്, ഫാമിലി എക്സ്പെൻസ് ഫോർ PG വർഗീസ്. അത് ഞാൻ IET-ലിട്ടു. അദ്ദേഹം എൻ്റെ വന്നു വെച്ച് പറഞ്ഞു, ബ്രദറെ, ഇത് ഭാവിയിലേക്കൊന്ന് സൂക്ഷിച്ചുകൂടായോ? ഒന്നുമല്ലെങ്കിൽ ഒരു LIC ഏജൻസി എടുത്താട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, എൻ്റെ LIC യേശുവാണ്. ഇതെൻ്റെ ഉപദേശമല്ല, ഇതെൻ്റെ തീരുമാനമാണ്. എൻ്റെ ഉപദേശം എല്ലാവരും LIC ചേരണം, പുരയിടം വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം. ഹല്ലേലൂയ, ക്രിസ്തുവാണ് എൻ്റെ LIC. ഭാവിയെപ്പറ്റി ഞാൻ ഇന്നേ വരെ പേടിച്ചിട്ടില്ല. ദൈവജനം തന്ന രൂപ ഞാൻ വടക്കേന്ത്യയിൽ വാരി വിതറി. തിരുവനന്തപുരത്ത് തെക്ക് വശത്ത് അമരവിളയിൽ ഒരു മനുഷ്യൻ 80 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നത് 40 സെൻറ്റ് ഭൂമി വിറ്റിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് മുഴുവൻ വടക്കേന്ത്യയിൽ ചിലവാക്കി. കോട്ടയത്ത് ഒരു അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞമ്മച്ചി കഴുത്തെ കിടന്ന മാല ഇങ്ങനെ ഊരി തന്നു, 3 പവൻ്റെ മാല. പറഞ്ഞത് എൻ്റെ ഭൂമിയിലെ അവസാനത്തെ സ്വത്താണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി വാങ്ങിക്കത്തില്ല, 3 മാസം ആലോചിച്ചിട്ട് തന്നാൽ മതി. പറഞ്ഞു, ഞാൻ 3 അല്ല 6 മാസം ആലോചിച്ചിട്ട് തരികയാണ്. ഇതൊന്നും ഞാൻ എടുത്തില്ല, എൻ്റെ മക്കൾക്ക് കൊടുത്തില്ല, എൻ്റെ സഹോദരിമാർക്ക് കൊടുത്തില്ല, വേറെ ആർക്കും കൊടുത്തില്ല. അതോട് കൊടുത്തിട്ടില്ല, കൊടുക്കത്തില്ല. പിരിഞ്ഞുപോയ അക്കൗണ്ടന്മാരെടുക്കെ ചോദിക്കാം. A.T. ജോസ് തിരുവല്ല, ബാംഗ്ലൂരിൽ എൽസമ്മ, എറണാകുളത്ത് ഞങ്ങളുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജോൺ മത്ത യാക്കോബക്കാരനാണ്, ചോദിക്കാം. കാൺപൂരിലെ CK ജോർജിൻ്റെ ഒക്കെ ചോദിക്കാം. നാഗ്പൂരിലുള്ള ഞങ്ങളുടെ ഇവിടുത്തെ മാനേജറായിരുന്ന ഗേഷ് വർഗീസിൻ്റെ ഒക്കെ ചോദിക്കാം. ടീമിൻ്റെ ഒരൊറ്റ രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കുന്നത് പോലും എൻ്റെ കഴിവുണ്ടെങ്കിൽ, രൂപ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, ടീമിൽ നിന്ന് എടുത്തിട്ടില്ല. പറയും, ഞാൻ എവിടെ ചതിയനായി? വിശ്വാസികൾ തന്ന രൂപ എൻ്റെ കുടുംബത്തിന് ഞാൻ കൊടുത്തു. 1990 ഞങ്ങളുടെ മകൾ ആനിക്ക് മഹാരാഷ്ട്രയിലെ അംബജോഗായി എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്, ഗവൺമെൻറ് കോട്ടായിൽ കിട്ടിയത്. ഫീസ് കൊടുക്കണം, ഒന്നിച്ച് കൊടുക്കണം, 1.25 ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അവളൊക്കെ പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം 1.25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നാൽ എങ്ങനെ? വെറുതെ ഇരുന്ന് എടുക്കത്തില്ല. PG വർഗീസിൻ്റെ സ്വന്തം ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകത്തില്ല. ഓക്കെ ഡാഡി. ഞങ്ങൾ പ്രാർത്ഥിച്ചു 3 ദിവസം. 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, ആനി, വി ഹാവ് ടു ബറി അവർ ഡ്രീം. നമ്മുടെ സ്വപ്നം നമ്മൾ കുഴിച്ചിടണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവിടെ ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ ഡാഡി, ഓക്കെ ഡാഡി. A.T. ജോസ് തിരുവല്ലയിലെ A.T. ജോസ് വന്നിട്ട് ലില്ലിയൊക്കെ പറഞ്ഞു, അമ്മാമ്മേ, അബദ്ധം കാണിക്കരുത്. ആളുകൾ 15-20 ലക്ഷം രൂപയും കൊണ്ട് ലൈനിൽ നിൽക്കുക. ഇത് ഫീസ് കൊടുക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ രൂപ തരാം, ഒരു കാര്യം ചെയ്താൽ മതി, മോൾ ഡോക്ടറായി കഴിയുമ്പോൾ തിരികെ തന്നാൽ മതി. ലില്ലി പറഞ്ഞു, ഇന്ന് വരെ PGയോ ഞാനോ കടം വാങ്ങിച്ചിട്ടില്ല, കടം വാങ്ങിക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, തരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ടീമിൻ്റെ ഒരു ലീഡർ, അതൊക്കെ ഇന്ത്യക്കാരനാണ്, വന്നിട്ട് ലീലയൊക്കെ പറഞ്ഞു, ടീമിൽ നിന്ന് എടുക്കാം, നിങ്ങൾ കാശ്മീർ മുതൽ എവിടെയല്ല അവിടെ ഭൂമി വാങ്ങിക്കാത്തത്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, ആത്തോ ബേവക്കൂഫേ, നിങ്ങൾ ഭോഷനാണ്. അതെ, ദൈവത്തിന് വേണ്ടി ഭോഷനാകാൻ ഞങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഭോഷനായ PG വർഗീസ്, ഭോഷയായ ലില്ലി വർഗീസ്, ഞങ്ങൾക്ക് കുണ്ഠിതമുണ്ടോ? ഞാൻ എൻ്റെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, നോ റിഗ്രറ്റ്സ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവക്കല്ലറയിലെ കല്ലിനകത്ത് എഴുതി വെക്കണം, PG വർഗീസ് ഉപദേശി, നോ റിഗ്രറ്റ്സ്. ഹല്ലേലൂയ. എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട്, ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് 95% ജയ്സ് വർഗീസിൻ്റെ ഒക്കെ ചോദിക്കാം, 95% രൂപയും ഞങ്ങളുടെ സ്വന്തമാണ്. ഞാനൊരു യാത്രയ്ക്ക് പോയപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ ഭാര്യയും പാസ്റ്റർ ബ്രയാൻ സാൻഡും കൂടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്ന രൂപയാണ്. ബാക്കി 5% ഉള്ളൂ സംഘടനയുടെ. ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്? സംഘടനയുടെ പേരിൽ. സംഘടനയുള്ള ലീഡർമാർ പറഞ്ഞു, ഇത് തെറ്റാണ്, 95% നിങ്ങളുടെ രൂപ. ഇല്ല, പണത്തിൻ്റെ കറപുരുളാത്ത കൈകളുമായിട്ട് മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇതെൻ്റെ മുദ്രാവാക്യമാണ്. സരള ജീവിതം, പണത്തിൻ്റെ കറ എൻ്റെ കൈകളിൽ പിരളരുത്.
ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നീതിമാനാണെന്ന് പറയുവാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ എന്നെ നന്നായിട്ടറിയാവുന്ന, എന്നെ അകത്തറിയത്തിൽ എന്നെ പുറത്ത് മുഴുവൻ അറിയാവുന്ന പിശാചിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, ധൈര്യപൂർവ്വം പറയാൻ കഴിയും, ഞാനൊരു നീതിവാനാണ്. ഞാൻ കുറ്റം പറയുന്നവരോട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് വരുമല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. എനിക്ക് 3 പേരെ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ എല്ലാവരും അതും അവരുടെ ഒന്നും കാണത്തില്ല. ഈ 3 പേരെ പറ്റി അറിയാം. വേറെ ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് കാണാം, എൻ്റെ തെറ്റ് പറഞ്ഞു തന്നാട്ടെ, എനിക്ക് കുറെ കൂടി നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാം, കുറച്ചുകൂടി യേശുഭക്തനായിട്ട് ജീവിക്കണം. എന്നോട് കല്ലെറിയുന്നവരോട് ഞാൻ ഇന്ന് പറയട്ടെ, ഞാൻ ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കല്ലെറിയാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചെന്ന് വന്നേക്കാൾ, പക്ഷേ നിങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞാൽ, എനിക്ക് ഫോൺ ചെയ്താട്ടെ. എൻ്റെ ഫോൺ നമ്പർ 0124065716 ലാൻഡ് ലൈനാണ്. അപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യുന്ന നമ്പർ പോലും ഞാൻ അറിയത്തില്ല എവിടുന്നാണ് ഇതൊന്ന്. ഇമെയിൽ അയക്കണോ? pgvarghese@hotmail.com. എഴുത്തെഴുതണോ? ബ്രദർ PG വർഗീസ്, ന്യൂഡൽഹി 74. അത്ര എഴുതിയാൽ മതി. എനിക്ക് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നാട്ടെ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. 2025 സെപ്റ്റംബർ ഒക്ടോബർ ഞാൻ കേരളത്തിൽ വരികയാണ്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യും. അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും ലില്ലിയും വേറെ 2 സഹോദരന്മാരും കാണും. ഞാൻ നിങ്ങളെ വന്ന് കാണാം. ദൈവദാസന്മാരെ കാണാനായിട്ട് മാത്രം വരുന്നത്. ഞാൻ നിങ്ങളെ വന്ന് കാണാം. എൻ്റെ തെറ്റ് നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ. എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ വന്ന് കാണാൻ. ആരോടും പറയാനല്ല, ഞാൻ പറയും, ഞാൻ ക്യാമറയുമായിട്ടല്ല വരുന്നത്, എൻ്റെ കൂടെ വേറെ ആരും കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എൻ്റെ ഫോൺ പോലും കാണത്തില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാട്ടെ. ഞാൻ ഇത്രയും കൂടി ചേർക്കട്ടെ, നിങ്ങളുടെ കല്ലേറ് എൻ്റെ മനസ്സിൽ തട്ടി, സത്യം. പക്ഷെ ഞാൻ നിരാശനായിട്ടില്ല. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് ചേമ്പല പോലാണ്. വെള്ളം വീണാൽ തെറിച്ചു പോകത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മനസ്സിൽ തട്ടി, പക്ഷെ ഞാൻ നിരാശനായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ സംഘടനയെ ഇത് ബാധിച്ചു. രൂപ തരുന്നവർ ഒത്തിരി പേര് നിർത്തി, ധനപരമായി സഹായിക്കുന്നവരെ സംശയാലുക്കളാക്കി, പലരും സപ്പോർട്ട് നിർത്തി. പക്ഷേ എനിക്കതിലും കുണ്ഠിതമില്ല. കാരണം ഇത് ഞാൻ 1-ലധികം പ്രാവശ്യം കണ്ടതാണ്. അപ്പോഴാണ് എനിക്ക് വീട്ടിലെ പുരയിടമൊക്കെ വിറ്റുമച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വന്നത്. PG വർഗീസ് ഡൽഹി വന്നിട്ട് 5-6 മുറിയുടെ ഒരു കെട്ടിടം വാങ്ങിച്ചു. ഒരു മുറിയിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഡൽഹിക്ക് മാറിയത് എന്നൊക്കെ. ഇനിയും എൻ്റെ പൈസ നിന്നാലും എനിക്ക് കുണ്ഠിതമില്ല. ഞാൻ 1-ലധികം പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സപ്പോർട്ട് നിർത്തിയവർ തുടരും, അല്ലെങ്കിൽ ദൈവം പുതിയ സപ്പോർട്ടർമാരെ തരും. അഭ്യുദയകാംക്ഷികളോട് പറയട്ടെ, നിങ്ങളാണ് എൻ്റെ ബലം, നിങ്ങളാണ് ഞങ്ങളുടെ സംഘടനയുടെ ബലം. കൂടുതൽ പ്രാർത്ഥിക്കുക. എനിക്ക് 84 വയസ്സായല്ലോ. ഈ വർഷം ഞാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്തു. 1.5 ലക്ഷം പുസ്തകം ഞാൻ വിതരണം ചെയ്തു. 1.5 ലക്ഷം ട്രാക്റ്റ് ഞാൻ വിതരണം ചെയ്തു. ഇനി അടുത്ത യാത്ര T2T, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ. 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഞാൻ യാത്ര ചെയ്യും. എല്ലാ സഭയിലെയും ബിഷപ്പുമാരെ കാണും. കത്തോലിക്ക, യാക്കോബ്, ഓർത്തഡോക്സ്, CSI, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ് എല്ലാ ബിഷപ്പുമാരെയും കാണും. വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സുവിശേഷ വേലക്കാരെ കാണും. 2026 ഇന്ത്യയിലെ 28+1 ജമ്മു കാശ്മീർ ഉൾപ്പെടെ 29 സ്റ്റേറ്റിലും ഞാൻ പോകും. സുവിശേഷം പ്രസംഗിക്കും, പുസ്തകം വിതരണം ചെയ്യും, റോഡിൽ നിന്ന് പ്രസംഗിക്കും. 2027 ഹിമാലയത്തിൻ്റെ തിരുനെറ്റി എന്ന് പറയുന്ന ലേഹ് ലഡാക്കിലേക്ക് ഞാൻ പോകും. അവിടെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. 2 ചർച്ചുകളുണ്ട് അവിടെ, മൊറേവിയൻ ചർച്ചസ്. ഞാൻ അവിടെ പോകും. അത് എൻ്റെ സ്നേഹിതനാണ്, റവറൻഡ് എലൈജ ഗർഗൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കും. ഞാൻ പാട്ടുകാരനല്ല, പക്ഷെ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല കേട്ടോ. മറ്റാരെങ്കിലുമൊക്കെ പാടുമ്പോൾ ഞാൻ ചുണ്ടനക്കുന്നതല്ല, അത് ഞാൻ പാടുന്നതല്ല. പക്ഷെ ഞാനൊരു പാട്ട് പാടിക്കൊള്ളട്ടെ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഇതെൻ്റെ പാട്ടാണ്, ഇതെൻ്റെ തീരുമാനമാണ്. 84 വയസ്സായി. ഇനി എത്ര വർഷം കൂടി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അവസാന ദിവസം എൻ്റെ ആഗ്രഹമാണ്. ഞാൻ പ്രായമായെന്ന് വിചാരിച്ചു. അത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൂടെ പറയുകയാണ് കേട്ടോ. വിചാരിച്ചോ, എനിക്കൊരു 140 വയസ്സായെന്നൊക്കെ വിചാരിച്ചോ. അന്ന് റോഡിൽ പോയി ട്രാക്ടർ കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നാൽ ഞാൻ ആരോടെങ്കിലും പറയാം, കുഞ്ഞെ ആ കസേര എടുത്തോണ്ട് വരാമോ?
എവിടെയെങ്കിലും റോഡിൽ പോയിരിക്കും. അതിലെ പോകുന്നവരൊക്കെ പറയും, ഈ ട്രാക്ടർ വായിച്ചാട്ട കുഞ്ഞെ, ഇതുപോലൊരു പുസ്തകം വായിച്ചാൽ ഞാൻ അവസാനം അല്ല ഞാൻ കിടക്കുവാണോ? കിടപ്പ് രോഗി ആകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും അങ്ങനെ ആയിപ്പോയാൽ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എൻ്റെ മരണ ദിവസവും ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ട് വിജയിയായി ജീവിച്ച് വിജയിയായി മരിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നിങ്ങളെറിഞ്ഞ കല്ല് എനിക്ക് കൊണ്ടുപോകും, എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോകും, എൻ്റെ സംഘടനയ്ക്ക് കൊണ്ടുപോകും. മറ്റനേകം പേരും എൻ്റെ മക്കളെ വിളിച്ചു ചോദിച്ചു, ഇതെന്തുവാ നിങ്ങളുടെ ഡാഡി ചെയ്തിരിക്കുന്നത്? അവർക്കും നൊന്തു. പക്ഷേ ഞങ്ങളെല്ലാവരും ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചേതോ രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ക്ഷമ ചോദിക്കേണ്ടിയവരോ ക്ഷമ ചോദിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ പറയുന്നു, പ്രത്യേകിച്ച് കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ 3 പേർക്ക്, എനിക്ക് 3 പേരെ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ഞാനില്ലെങ്കിലും മിക്കവാറും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമേ, നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ദോഷമായിട്ട് ഭവിക്കരുത്. കർത്താവായ യേശുവേ അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.